ഇക്ക ആ എന്തേ മോളെ? ഇക്ക ഇവിടെ ജോലിക്ക് ആളെ ആവശ്യമുണ്ട് ഇക്ക. ഞാനാണെങ്കിൽ സ്ത്രീകളെ ഇവിടെ ജോലിക്ക് നിർത്താറില്ല മോളെ. എനിക്കല്ല ഇക്ക, എൻ്റെ കൊച്ചിനെ ഇവിടെ നിർത്താൻ വേണ്ടിയാണ്. അല്ല, ഇവൻ കളിച്ചു നടക്കുന്ന പ്രായമല്ലേ, ഈ കൊച്ചിനെ ഇവിടെ നിർത്തിയാണ് ശരിയാവണത്? വെക്കേഷൻ അല്ലേ ഇക്ക, കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ സ്കൂൾ തുറക്കാൻ, അതുവരെ ഒന്ന് നിർത്താനാണ്. ഇവിടെ ഒരു ആളാവശ്യമുണ്ട്, ഇതൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി എടുക്കാനായിട്ട്. പിന്നെ ഇവിടെ ഒരു ബായി ഉണ്ടായിരുന്നു, അവൻ പോയി. ഇവിടെ ഒരു ആളാവശ്യത്തിന് ഇപ്പോൾ ഈ കളിച്ചു നടക്കുന്ന ഈ പയ്യനൊക്കെ പിടിച്ച് ഇവിടെ ജോലിക്ക് നിർത്തി കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ എന്തെങ്കിലും പറയൂലേ? ഇക്ക 2 ആഴ്ച നിർത്തിയാൽ മതി, അത് കഴിയുമ്പോൾ സ്കൂൾ തുറക്കുമല്ലോ, അതുവരെ നിർത്തിയാൽ മതി. വീട്ടിലെന്താ ഇയാളുടെ കിട്ടിയും ജോലിക്കൊന്നും പോണില്ലേ? ഇക്ക ജോലിക്ക് അതൊക്കെ പോകുന്നുണ്ട്, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇപ്പം. ഇക്ക കുറച്ച് ദിവസത്തേക്കല്ലേ, എങ്ങനെയെങ്കിലും നിർത്തിക്ക, ഇത്തിരി ബുദ്ധിമുട്ടിലാണ്. എൻ്റെ വീട് ഇവിടെ അടുത്താണ് ഇക്ക. ആ, വീട് ഇവിടെയെന്ന് എനിക്കറിയാം, ഞാനിവിടെ വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോൾ കാണാറുണ്ടല്ലോ. എങ്ങനെയെങ്കിലും ഇക്ക. ആ എന്നാൽ നിർത്താം, കുഴപ്പമില്ല. മമ്മു ഈ കടപ്പം നിന്നോ, ഞാൻ ഉമ്മ വൈകിട്ട് വരാട്ടാ. മോനൊരു കാര്യം ചെയ്യും, ഇക്കൊരു കവർ തരാം. അപ്പോൾ ഈ കിടക്കുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊക്കെ ഇല്ലേ, അതൊക്കെ പുള്ളൊരു കവറിലാക്കി വെക്ക് കേട്ടോ. മോനെ, അവിടെ കുറച്ച് കുപ്പിയുണ്ട്, മോനെ അതുകൂടി ഒന്ന് എടുത്തോണ്ട് കേട്ടോ. ആ ശരി. മോൻ്റെ പാപ്പിക്ക് എന്താ ജോലി? എൻ്റെ പാപ്പി ഗൾഫിലാണ് നിൽക്കുക. ഗൾഫിലാ? അപ്പോൾ നിൻ്റെ പാപ്പി പൈസ നയിക്കുള്ള വീട്ടിലേക്ക്? എൻ്റെ വാപ്പി അവിടുത്തെ കടയിൽ നിന്ന് എന്തോ മോഷ്ടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ജയിലിലാണ് നിൽക്കുക. 3 മാസമായിട്ട് വാപ്പി പൈസ അയച്ചിട്ടില്ല. ഇക്ക സ്കൂൾ തുറക്കാറായില്ലേ, ബുക്കും യൂണിഫോമും ഒന്നും ഇല്ല, അത് കാരണം കാശിൻ്റെ അത്യാവശ്യത്തിന് ഇവിടെ ഉമ്മ ആക്കിയതാണ് എന്നെ. നിൻ്റെ വാപ്പി ശരിക്കും അവിടെ മോഷണം നടത്തിയിട്ടുണ്ടോ? എൻ്റെ വാപ്പിനൊപ്പം വേറൊരാൾ കൂടി ജോലിക്ക് നിൽക്കണ്ടായിക്ക, അയാൾ മുങ്ങി, പകരം എൻ്റെ വാപ്പിനെ പിടിച്ചേക്ക. അവൻ്റെ അത് നോക്കിക്കോ കേട്ടോ, ഇക്ക അവിടെ ഉണ്ടാവും. ഇതിനുണ്ടി വിളിക്കട്ടാ. മമ്മോ ആയിക്ക, അവനെ ചോറ് ഞാൻ കൊണ്ടുപോക്കോട്ടെ, ചോറിട്ട് കഴിയുമ്പോൾ ഞാനിങ്ങനെ വിടാ. അതെ, ചോറിയിട്ട് കഴിഞ്ഞിട്ട് അവന് വിടണ്ട. കളിച്ചു നടക്കുന്ന പ്രായത്തിൽ ഇവന് ജോലിക്ക് കഴിഞ്ഞാൽ എന്താ അവൻ കളിച്ചെടുക്കട്ടെ നീ. ഇക്ക അത് ഇവനെന്തെങ്കിലും കുരുത്തക്കേട് കാട്ടിയാ? കുരുത്തക്കേട് കാണിച്ചൊന്നുമില്ല, അവൻ നല്ല പയ്യനല്ലേ. ഇവൻ്റെ കഥകളൊക്കെ ഒന്ന് പറഞ്ഞു, അതുകൊണ്ട് ഉച്ചക്ക് ഇവനെ വിടണ്ട. ഇത് വെച്ചോ. ഇക്ക ഇത് എനിക്ക് വേണ്ട ഇക്ക. ഞാൻ നിങ്ങൾക്ക് ഇത് വെറുതെ തന്നെ അല്ല, കടമായിട്ട് തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ കെട്ടിയവനെ അവിടെ തൂക്കി കൊല്ലാനും പോകണമെന്നില്ല. പുള്ളി എന്തായാലും വരൂലേ, ആ വരുമ്പോൾ പുള്ളി ഇവിടെ പണിയൊക്കെ ചെയ്ത് പതുക്കെ എനിക്ക് പൈസ തന്നാൽ മതി. തൽക്കാലം ഇവൻ കളിക്കട്ടെ, ഇവൻ കളിക്കേണ്ട പ്രായമാണ്. കളിക്കേണ്ട പ്രായത്തിൽ നിങ്ങൾക്ക് ഇവനെ ജോലിക്ക് എടുക്കുന്ന വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഈ പൈസ പിടിക്കും, എന്നിട്ട് ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ യൂണിഫോമോ ബുക്ക് എന്താണെന്നൊക്കെ ഒന്ന് മേടിച്ച് കൊടുക്കും. ഒരെന്നാലും ഇല്ല, തൽക്കാലം പൈസ മേടിക്കും. എന്നിട്ട് കൊച്ചിനെ കൊണ്ടുപോയിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആവശ്യമുള്ളത് മേടിച്ച് കൊടുക്കും. ആ ഇത് മേടിക്കും കേട്ടോ. പൊക്കോ മോനെ കേട്ടോ. തെറ്റ് ചെയ്തവരും ചെയ്യാത്തവരുമായിട്ടുള്ള എന്തോരം പ്രവാസികളാണ് മോളെ പുറം നാട്ടിൽ ജയിലിൽ കിടക്കണം. പാവം. ഉമ്മ കരഞ്ഞതല്ലോ, ഉമ്മയുടെ കണ്ണിൽ എന്ത് പൊടി പോയതാണ്.